നമസ്കാരം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ കണക്കുകൾ നോക്കിയിട്ട് എപ്പോഴെങ്കിലും ഒരു തലവേദന തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മുടെ കയ്യിലുള്ള കണക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റും തമ്മിലൊരു ചേർച്ചയില്ലായ്മ, എങ്ങോട്ടായി പണം പോയതെന്ന ഒരു ചെറിയ പേടി. വിഷമിക്കേണ്ട, ഇന്ന് ആ കണക്കിലെ കളികൾക്ക് പിന്നിലെ രഹസ്യം എന്താണെന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് കഥ പോലെയാണ്. നിങ്ങളുടെ കണക്കുകളും ബാങ്കിന്റെ കണക്കുകളും തമ്മിൽ എന്തുകൊണ്ടാ ഒരു വ്യത്യാസം വരുന്നത്? അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കാരണമെന്താണ്? ശരി, നമുക്ക് ഒരുമിച്ച് ഈ കേസ് ഒന്ന് അന്വേഷിച്ചാലോ? അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഒരുപക്ഷെ നിങ്ങൾ പലതവണ ഇത് അനുഭവിച്ചിട്ടുണ്ടാകും, അല്ലേ? നമ്മുടെ കണക്കുകൾ പ്രകാരം ഒരു തുക കാണിക്കുന്നു, പക്ഷെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അത് വേറെ ഒന്നായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഇവിടെയാണ് പ്രശ്നം കൃത്യമായി കാണാൻ പറ്റുന്നത്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്ക് അനുസരിച്ച് ബാലൻസ് 10,000 രൂപ. പക്ഷെ ബാങ്ക് പാസ്ബുക്ക് നോക്കുമ്പോഴോ അത് 12,500 രൂപ. ഈ 2,500 രൂപയുടെ വ്യത്യാസം എവിടെന്നാ വന്നത്? വല്ല പിശകും പറ്റിയോ? ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തെളിവുകളാണ് ഈ പുസ്തകങ്ങൾ. ഇവ രണ്ടും എന്താണെന്നും നമ്മുടെ ഈ രഹസ്യം കണ്ടുപിടിക്കാൻ ഇവ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. സംഗതി വളരെ ലളിതമാണ്. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം കണക്ക്, അത്രയുള്ളൂ. പാസ്ബുക്ക് ആണെങ്കിലോ ഇതേ ഇടപാടുകളുടെ ബാങ്കിന്റെ കയ്യിലുള്ള രേഖ. ഇവ തമ്മിൽ ചേരാതെ വരുമ്പോഴാണ് നമ്മുടെ അന്വേഷണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കണക്കുകൾ ഒത്തുനോക്കൽ തുടങ്ങുന്നത്. ശരി, ഇനി നമ്മുടെ അന്വേഷണത്തിലെ പ്രധാന കളിക്കാരെ പരിചയപ്പെടാം. സാധാരണയായി ഈ പൊരുത്തക്കേടുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു 5 സ്ഥിരം പ്രതികളുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആളെ പിടികൂടാം. ഇയാളും മിക്കപ്പോഴും നമ്മളെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരാളാണ്. നമ്മൾ ഇഷ്യൂ ചെയ്ത, അതായത് മറ്റൊരാൾക്ക് കൊടുത്ത ഒരു ചെക്ക് അവർ ഇതുവരെ ബാങ്കിൽ കൊടുത്ത് മാറിയിട്ടില്ല. ഇതെങ്ങനെയാണ് നമ്മുടെ കണക്കിലൊരു വ്യത്യാസമുണ്ടാക്കുന്നതെന്ന് നോക്കാം. നോക്കൂ, നമ്മളൊരാൾക്ക് ചെക്ക് എഴുതി കൊടുക്കുന്ന നിമിഷം തന്നെ ആ തുക നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്ന് അങ്ങ് കുറയ്ക്കും. അപ്പൊ നമ്മുടെ ബാലൻസ് കുറഞ്ഞല്ലോ. പക്ഷേ ആ ചെക്ക് കിട്ടിയ ആള് അത് ബാങ്കിൽ കൊടുത്ത് പണം എടുക്കുന്നതുവരെ ബാങ്ക് ആ തുക കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു സമയം വരെ ബാങ്കിന്റെ കണക്കില് ബാലൻസ് കൂടുതലായിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോകാം. ഈ ആള് ആദ്യത്തെ ആളുടെ നേരെ വിപരീത സ്വഭാവക്കാരനാണ്. നമുക്ക് കിട്ടിയൊരു ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു, പക്ഷെ ബാങ്ക് ആ തുക ഇതുവരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, അതായത് ചേർത്തിട്ടില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ചെക്ക് കിട്ടിയ ഉടനെ നമ്മളത് നമ്മുടെ ക്യാഷ് ബുക്കിൽ വരവ് വയ്ക്കും. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ബാലൻസ് കൂടി. പക്ഷെ ബാങ്കിന് ആ ചെക്ക് ക്ലിയർ ചെയ്ത് പണം നമ്മുടെ അക്കൗണ്ടിൽ ചേർക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം വരെ ബാങ്കിന്റെ പാസ്ബുക്കിലെ ബാലൻസ് കുറവായിരിക്കും. മൂന്നാമത്തെ കാരണം, ഇത് മിക്കവാറും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, വളരെ നിശബ്ദമായിട്ട് നമുക്ക് പണി തരുന്ന ഒന്നാണ്. ബാങ്ക് ചാർജുകൾ. അതെ, ATM ചാർജ്, SMS ചാർജ് അല്ലെങ്കിൽ മറ്റു പല സേവനങ്ങൾക്കുമായി ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണം പിടിക്കുന്നത്. ഇവിടെ ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ്, അതായത് വിവരത്തിലുള്ള ഒരു വിടവ് ഉണ്ടാകുന്നു. ബാങ്ക് ചാർജ് ഈടാക്കിയ ഉടൻ പാസ്ബുക്കിലെ ബാലൻസ് കുറയും, കാരണം ബാങ്കിന് ആ വിവരം അറിയാം. എന്നാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നതുവരെ ഈ കാര്യം അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസിൽ ഒരു മാറ്റവും വരില്ല. ഇനി നാലാമത്തെ ആള്. ഇതൊരു നെഗറ്റീവ് കാര്യമല്ല, പക്ഷേ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ ആളൊരു മിടുക്കനാണ്. ബാങ്ക് നൽകുന്ന പലിശ. നമ്മുടെ നിക്ഷേപത്തിന് ബാങ്ക് പലിശ തരുമ്പോൾ അവരത് നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർക്കും. അപ്പോൾ ബാങ്കിന്റെ കണക്കിലെ ബാലൻസ് കൂടും. പക്ഷേ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കാണുന്നതുവരെ നമ്മുടെ കണക്കിലെ മാറ്റമൊന്നും വരില്ല. വീണ്ടും ഒരു ടൈമിംഗ് പ്രശ്നം, അല്ലേ? അങ്ങനെ നമ്മൾ അവസാനത്തെ പ്രതിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതും നമ്മൾ അറിയാതെ സംഭവിക്കുന്നൊരു കാര്യമാണ്. കസ്റ്റമേഴ്സ് നേരിട്ട് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത്, അതായത് നമുക്ക് പണം തരാനുള്ള ആരെങ്കിലും നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നു. ഇത് നടന്നാൽ ഉടൻ തന്നെ പാസ്ബുക്കിലെ ബാലൻസ് കൂടും. പക്ഷേ അവര് നമ്മളെ അറിയിക്കുന്നതുവരെ നമ്മളിത് ക്യാഷ് ബുക്കിൽ ചേർക്കില്ല. അപ്പോ ഇത്രയും കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ? നിങ്ങളുടെ പണം എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ കണ്ട രഹസ്യത്തിന് വളരെ ലളിതമായ ഒരു വിശദീകരണമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 5 പ്രതികളെ ഒന്നുകൂടി ഓർത്തെടുക്കാം. നമ്മൾ കൊടുത്ത ചെക്ക് മാറാത്തത്, നമ്മൾ നിക്ഷേപിച്ച ചെക്ക് ക്ലിയർ ആവാത്തത്, നമ്മൾ അറിയാത്ത ബാങ്ക് ചാർജുകൾ, നമ്മൾ രേഖപ്പെടുത്താത്ത പലിശ, പിന്നെ നമ്മൾ അറിയാതെ അക്കൗണ്ടിൽ വന്ന പണം. അതെ, ഇതാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ.
ഇതൊരു മോഷണമോ കണക്കിലെ വലിയ പേശകോ ഒന്നുമല്ല. മറിച്ച് ഒരിടപാട് നമ്മുടെ പുസ്തകത്തിലും ബാങ്കിന്റെ പുസ്തകത്തിലും രേഖപ്പെടുത്തുന്ന സമയത്തിലുള്ള ഒരു വ്യത്യാസം മാത്രം. ഒരു ടൈമിംഗ് ഡിഫറൻസ്. ഈ രഹസ്യം ഇപ്പൊ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഈ ആശയക്കുഴപ്പത്തെ എങ്ങനെ കൈകാര്യം ചെയ്ത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വൈദഗ്ധ്യം നേടാം എന്ന് നോക്കാം. ഇതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് പതിവായി നിങ്ങളുടെ കണക്കുകൾ ഒത്തുനോക്കുക എന്നതാണ്. ഈ അന്വേഷണ പ്രക്രിയയാണ് പ്രൊഫഷണലുകൾ ബാങ്ക് റീകോൺസിലേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ 5 കാരണങ്ങൾ കണ്ടെത്തി 2 കണക്കുകളും തുല്യമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പൂർണ്ണമായ വ്യക്തത ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര നാൾ കൂടുമ്പോഴാണ് ഈ ഒരു ഡിറ്റക്റ്റീവ് ജോലി ചെയ്യാറുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.